ഡേ ട്രേഡേഴ്സിനും സ്കാൽപ്പേഴ്സിനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആണ് മാർക്കറ്റിനെ മുകളിലോട്ടായാലും താഴോട്ടായാലും കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ അവർ ഏത് ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും അതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ ഡേ ട്രേഡിംഗ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾ മൂവിംഗ് അവറേജസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ട്രെൻഡ് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഒക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതി മാറ്റി ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും മൂവിംഗ് അവറേജസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി അധികം സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇൻഡിക്കേറ്ററിൻ്റെ പേര് VWAP എന്നാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പലരും യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഒരു കിഡിലൻ ഇൻഡിക്കേറ്റർ തന്നെയാണ് VWAP എന്ന് പറയുന്നത്. നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കാനായാലും നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടായാലും കിഡിലൻ ഇൻഡിക്കേറ്ററാണ് VWAP എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് VWAP എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നാണ് ഈ VWAPൻ്റെ ഫുൾ ഫോം വരുന്നത്. പേര് പോലെ തന്നെ വോളിയം ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഒരു വാല്യൂ നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു മൂവിംഗ് ആവറേജ് എടുക്കുകയാണ്, ഒരു 50 പീരീഡ് മൂവിംഗ് ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 50 ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ആവറേജ് ആയിരിക്കും നമുക്ക് ആ ഒരു 50 പീരീഡ് മൂവിംഗ് ആവറേജ് നമുക്ക് കാണിച്ചു തരാം. എന്നാൽ ഇവിടെ VWAPൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VWAP നമുക്കൊരു വാല്യൂ കാണിച്ചു തരുന്നത് വോളിയത്തിൻ്റെയും പ്രൈസിൻ്റെയും ബേസ്ഡ് ആയിരിക്കും. അതായത് പ്രൈസ് മാത്രം നോക്കാതെ വോളിയം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും VWAP നമുക്കൊരു വാല്യൂ കാണിച്ചു തരുന്നത്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മാത്സിൽ വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് ഞാൻ കടക്കുന്നില്ല, നമുക്കത് അത്യാവശ്യമല്ല. നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ മൂവിംഗ് ആവറേജും VWAPും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഒരു ട്രെൻഡ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നോർമലായിട്ട് നമ്മൾ മൂവിംഗ് ആവറേജിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു അപ്പ് ട്രെൻഡും അതുപോലെ തന്നെ മൂവിംഗ് ആവറേജിൻ്റെ താഴെയാണ് പ്രൈസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡുമാണ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ VWAP ഇൻഡിക്കേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VWAPന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു അപ്പ് ട്രെൻഡ് ആയിരിക്കും, VWAPന് താഴെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ VWAPനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് പോകുന്നത് കാണാനായിട്ട് പറ്റും, ഒരു സൈഡ് വൈസ് ആയിട്ട് പോകുന്നത് കാണാനായിട്ട് പറ്റും. അതൊരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂവിംഗ് ആവറേജും VWAPും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടൈം ഫ്രെയിമുകളിലും മൂവിംഗ് ആവറേജിൻ്റെ വാല്യൂസ് നമുക്ക് വേറെ ആയിരിക്കും കാണാനായിട്ട് പറ്റാം. ഇപ്പോൾ ഒരു 1 hour ടൈം ഫ്രെയിമിൽ മൂവിംഗ് ആവറേജിന് മുകളിലാണ് പ്രൈസ് എങ്കിൽ ചിലപ്പോൾ ഒരു 5 minute ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലോ ഒക്കെ മൂവിംഗ് ആവറേജിന് താഴെ ആയിരിക്കും പ്രൈസ് ഉണ്ടായിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടൈം ഫ്രെയിമിലെയും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എത്ര പീരീഡ് മൂവിംഗ് ആവറേജ് ആണ്, ഒരു 50 പീരീഡ് മൂവിംഗ് ആവറേജ് ആണെങ്കിൽ ഓരോ ടൈം ഫ്രെയിമിലെയും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 50 ക്യാൻഡിൽസിൻ്റെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ആവറേജ് ആയിരിക്കും നമുക്ക് ആ ഒരു മൂവിംഗ് ആവറേജിലൂടെ കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടൈം ഫ്രെയിമിൽ മൂവിംഗ് ആവറേജുകൾ നമുക്ക് പല ഇൻഡിക്കേഷൻസ് ആയിരിക്കും കാണിച്ചു തരാം. എന്നാൽ VWAPൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടൈം ഫ്രെയിമിലായാലും VWAPൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോ 4 hour ടൈം ഫ്രെയിമിലോ 1 hour ടൈം ഫ്രെയിമിലോ ഒന്നും തന്നെ VWAP ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യരുത്. 15 minutes അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള ടൈം ഫ്രെയിമിലോ മാത്രം നമ്മൾ VWAP ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതൊരു ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്കാൽപ്പേഴ്സിന് കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏകദേശം VWAPനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മൂവിംഗ് ആവറേജും VWAPും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മുടെ സ്ട്രാറ്റജി, VWAP യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് XRPയുടെ ഒരു ചാർട്ടിലാണ്. ഞാനിവിടെ ഓൾറെഡി VWAP ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഞാനതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം മുതൽ എങ്ങനെയാണ് VWAP ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നേരെ ഇൻഡിക്കേറ്ററിൽ പോയിട്ട് VWAP എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ടിൽ ആ VWAP ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 3 ലൈൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ സെൻറ്ററിലുള്ള ഈ ഒരു ബ്ലൂ ലൈനാണ് നമ്മുടെ VWAP ലൈൻ. മുകളിലുള്ളത് അപ്പർ ബാൻഡും താഴെയുള്ളത് ലോവർ ബാൻഡും ആണ്. നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക്ക് ഈ അപ്പർ ബാൻഡും ലോവർ ബാൻഡും ആവശ്യമില്ല. ഞാനത് സെറ്റിങ്സിൽ പോയിട്ട് അതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ബാൻഡ് ഫില്ലും ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് VWAP ലൈനിൻ്റെ കളർ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഞാൻ വൈറ്റ് കൊടുക്കുന്നുണ്ട്, കുറച്ച് തിക്നെസ്സും ഞാൻ കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VWAP ഇൻഡിക്കേറ്ററിന് മുകളിലാണ് പ്രൈസ് എങ്കിൽ അതൊരു അപ്പ് ട്രെൻഡ് ആയിരിക്കും, VWAP ഇൻഡിക്കേറ്ററിന് താഴെയാണ് പ്രൈസ് എങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും.
ആൻഡ് ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് ഇതാ ഈ രീതിയിൽ VWAPനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു VWAP ഇൻഡിക്കേറ്ററിനെ താഴേക്ക് പ്രൈസ് ക്രോസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കതൊരു ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല, നമ്മുടെ മൂവിങ് ആവറേജിലുള്ള പോലെ തന്നെ. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് VWAP പല സമയത്തും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ VWAP നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VWAP നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ VWAP ഇൻഡിക്കേറ്റർ നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇനി VWAP ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രൈസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ VWAPന് ഏറ്റവും അടുത്ത് കിടക്കുമ്പോഴാണ്. അതായത് പ്രൈസ് VWAPന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റാം. VWAPന് അകലെയാണ്, VWAP ഇൻഡിക്കേറ്ററിന് അകലെയാണ് പ്രൈസ് എങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു എൻട്രി എടുക്കാനായിട്ട് പാടില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ പറയാനായിട്ട് പറ്റും. ഓക്കെ, അതായത് വോളിയം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ഈ ഒരു ലൈനിന് ഏറ്റവും അടുത്ത് കിടക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു VWAP ഇൻഡിക്കേറ്ററിന് താഴേക്ക് ഒരു ക്രോസ് ഓവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്രോസ് ഓവർ കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രൈസ് ആക്ഷനും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇവിടെ ഈ ഒരു ഏരിയയ്ക്ക് താഴേക്ക് ക്രോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഡൗൺ ട്രെൻഡിലേക്കല്ലേ, അതായത് ഒരു ഷോർട്ട് പൊസിഷൻ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ രീതിയിൽ പ്രൈസ് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VWAP ഇൻഡിക്കേറ്ററിനെ ഏകദേശം അടുത്ത് കിടക്കുമ്പോഴാണ് നമ്മളൊരു എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ തിരിച്ചൊരു റീട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് മൂവ് ചെയ്തത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ രീതിയിൽ പ്രൈസ് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരുന്നു. ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ VWAP ഇൻഡിക്കേറ്ററിന് താഴെയാണ് പ്രൈസ് നിൽക്കുന്നത്, ഏകദേശം VWAP ഇൻഡിക്കേറ്ററിന് അടുത്ത് തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. ദെൻ വീണ്ടും അവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തി അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ഇനി എവിടെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് നമ്മുടെ ATR ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ATR വാല്യൂ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ 0.0018 ആണ് നമ്മുടെ ATR വാല്യൂ വരുന്നത്. അപ്പോൾ 0.0018 × 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.0036 ആണ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ പോയിട്ട് 0.0036 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് എത്രയാണോ വെച്ചിട്ടുള്ളത് അതിനൊരു 1.5 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ടാർഗറ്റോടെ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മുടെ ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഇനി ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡ് ഇവിടെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൂടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു VWAP ഇൻഡിക്കേറ്ററിന് താഴേക്ക് പ്രൈസ് വന്നതിന് ശേഷം പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് VWAP ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ലോങ് പൊസിഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VWAP ഇൻഡിക്കേറ്ററിന് മുകളിൽ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനി നോക്കേണ്ടത് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. അപ്പോൾ നമ്മൾ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടച്ചസ് കിട്ടുന്ന കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. നമുക്കിത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, 1 2 3 4 തവണ നമുക്ക് ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് കിട്ടണം. അതിനുശേഷം അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, VWAP ഇൻഡിക്കേറ്ററിന് മുകളിലാണ് പ്രൈസ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അപ് ട്രെൻഡാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് പ്രൈസിന് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു VWAP ഇൻഡിക്കേറ്റർ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ആ ഒരു ഏരിയയിൽ പ്രൈസിന് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്.
നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലായിരിക്കും. അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിലായിരിക്കും നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഏരിയ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു VWAP എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാണ് പ്രൈസ്. ദെൻ വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വരികയാണ്. ദെൻ അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ പ്രൈസിൽ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ക്യാൻഡിലിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുകയാണ്. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ATR വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ATR വാല്യൂ നോക്കുകയാണെങ്കിൽ 0.0019 ആണ് നമ്മുടെ ATR വാല്യൂ വരുന്നത്. അപ്പോൾ 0.0019 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.0038 കിട്ടും. അപ്പോൾ 0.0038 എന്ന് പറയുന്ന ഒരു വാല്യൂവിലായിരിക്കും ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു 1.5x ആയിരിക്കും. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ 1.5 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റോട് ഹിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് VWAP യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് VWAP നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രെൻഡ് കൺഫേം ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് VWAP ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ റിയൽ ആയിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.